ഓം ശാന്തി 10-10-2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾക്കൊരു ബാബയിൽ നിന്ന് ഏകമതം ലഭിക്കുന്നു. അതിനെ അദ്വൈത മതമെന്ന് പറയുന്നു. ഈ അദ്വൈത മതത്തിലൂടെ നിങ്ങൾ ദേവതയാകണം. ചോദ്യം: മനുഷ്യർ ഈ മറവിയുടെ കളിയിൽ ഏറ്റവും മുഖ്യമായ ഏത് കാര്യമാണ് മറന്നിരിക്കുന്നത്? ഉത്തരം: നമ്മുടെ വീട് എവിടെയാണ്, അവിടേക്കുള്ള വഴി തന്നെ ഈ കളിയിലേക്ക് വന്ന് മറന്നിരിക്കുന്നു. വീട്ടിലേക്ക് എപ്പോഴാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഇതറിയുകയേയില്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു നിങ്ങളെല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്നതിന്. ഇപ്പോൾ നിങ്ങളുടെ പുരുഷാർത്ഥമാണ് ശബ്ദത്തിനുപരി മധുരമായ വീട്ടിലേക്ക് പോകുന്നതിന്റെ. ഗീതം: രാത്രിയിലെ യാത്രക്കാരാ, ക്ഷീണിക്കരുത്. ഓം ശാന്തി. ഗീതത്തിന്റെ അർത്ഥവും മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ചില ഗീതങ്ങൾ മനുഷ്യരിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ തന്നെ ദേവതയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെയാണോ ലൗകിക പഠിത്തം പഠിക്കുന്നവർ പറയുന്നത്, ഞങ്ങൾ വക്കീലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ദേവതയായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ലോകത്തേക്ക് വേണ്ടി. ഈ ചിന്ത കേവലം നിങ്ങൾക്ക് മാത്രമാണ് വരുന്നത്. അമരലോകം, പുതിയ ലോകം, സത്യയുഗത്തെ തന്നെയാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ സത്യയുഗമില്ല, ദേവതകളുടെ രാജ്യവും ഇല്ല. ഇവിടെ ഉണ്ടാകുക സാധ്യമല്ല. നിങ്ങൾക്കറിയാം, ഈ ചക്രം കറങ്ങി ഇപ്പോൾ നമ്മുടെ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. മറ്റാരുടെയും തന്നെ ബുദ്ധിയിൽ ചക്രം വരില്ല. അവരാണെങ്കിൽ സത്യയുഗത്തിന് 1,00,000 വർഷങ്ങളുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഈ നിശ്ചയമുണ്ട്, തീർത്തും 5000 വർഷങ്ങൾക്ക് ശേഷം ചക്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ 84 ജന്മം മാത്രമാണ് എടുക്കുന്നത്. കണക്കില്ലേ? ഈ ദേവി ദേവതാ ധർമ്മത്തെ അദ്വൈത ധർമ്മമെന്നും പറയുന്നു. അദ്വൈത ശാസ്ത്രത്തെയും മാനിക്കുന്നുണ്ട്. അതും ഒന്നു മാത്രമാണ്. ബാക്കി അനേക ധർമ്മങ്ങളുണ്ട്, ശാസ്ത്രങ്ങളും അനേകമുണ്ട്. നിങ്ങൾ ഒന്നാണ്. ഒന്നിലൂടെ ഒരു മതം ലഭിക്കുന്നു. അതിനെയാണ് പറയുന്നത് അദ്വൈത മതം. ഈ അദ്വൈത മതം നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. ദേവി ദേവതയാകുന്നതിന് വേണ്ടിയുള്ള പഠിത്തമല്ലേ? അതുകൊണ്ടാണ് ബാബയെ ജ്ഞാനസാഗരൻ, നോളജ്ഫുൾ എന്ന് പറയുന്നത്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് പുതിയ ലോകത്തേക്ക് വേണ്ടി. ഇത് മറക്കരുത്. എന്താ വിദ്യാലയത്തിൽ വിദ്യാർത്ഥി എപ്പോഴെങ്കിലും ടീച്ചറെ മറക്കാറുണ്ടോ? ഇല്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്നവരും കൂടുതൽ പദവി നേടുന്നതിന് വേണ്ടി പഠിക്കാറുണ്ട്. നിങ്ങളും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും പഠിക്കുന്നു, തന്റെ ഉന്നതി ഉണ്ടാക്കുന്നതിന്. മനസ്സിൽ ഇത് വരണം, നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവബാബയും അച്ഛനാണ്. പ്രജാപിത ബ്രഹ്മാവും അച്ഛനാണ്. പ്രജാപിത ബ്രഹ്മ ആദിദേവനെന്ന പേര് പ്രസിദ്ധമാണ്. കേവലം കടന്നുപോയിരിക്കുന്നു. ഏതുപോലെയാണോ ഗാന്ധിയും കടന്നു പോയിരിക്കുന്നത്. ഗാന്ധിയെയും ബാപ്പുജി എന്ന് പറയാറുണ്ട്, എന്നാൽ മനസ്സിലാക്കുന്നില്ല, വെറുതെ അങ്ങനെ പറയുന്നു. ഈ ശിവപിതാവ് സത്യം സത്യമാണ്. ബ്രഹ്മബാബയും സത്യം സത്യമാണ്. ലൗകിക പിതാവും സത്യം സത്യമായിരിക്കും. ബാക്കി മേയർ മുതലായവയെ ഇതുപോലെ പിതാവെന്ന് പറയുന്നു. അതെല്ലാം കൃത്രിമമാണ്. ഇതാണ് യഥാർത്ഥം. പരമാത്മ പിതാവ് വന്ന് ആത്മാക്കളെ പ്രജാപിത ബ്രഹ്മാവിലൂടെ തന്റേതാക്കുന്നു. തീർച്ചയായും ധാരാളം കുട്ടികളുണ്ടായിരിക്കും. എല്ലാവരും യഥാർത്ഥത്തിൽ ശിവബാബയുടെ സന്താനങ്ങളാണ്. ബാബയെ എല്ലാവരും ഓർമ്മിക്കാറുണ്ട്.
എന്നാൽ ചിലർ അച്ഛനെയും അംഗീകരിക്കാത്തവരായി ഉണ്ട്. പക്ക നാസ്തികരായിരിക്കും. അവർ പറയുന്നു, ഇത് സാങ്കല്പിക ലോകം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് ഓർമ്മയിൽ വെക്കൂ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്നത് ശിവബാബയാണ്. ഇത് രാത്രിയും പകലും ഓർമ്മയുണ്ടായിരിക്കണം. ഇത് തന്നെയാണ് മായ അടിക്കടി മറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കണം. അച്ഛൻ, ടീച്ചർ, ഗുരു 3 പേരെയും മറന്നുപോകുന്നു. എല്ലാം ഒന്നു തന്നെയാണ്, എന്നിട്ടും മറന്നുപോകുന്നു. രാവണനുമായുള്ള യുദ്ധം ഇതിലാണ്. ബാബ പറയുന്നു, അല്ലയോ ആത്മാക്കളെ, നിങ്ങൾ സതോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. എപ്പോൾ ശാന്തിധാമത്തിലായിരുന്നോ അപ്പോൾ പവിത്രമായിരുന്നു. പവിത്രതയില്ലാതെ ഒരാത്മാവിനും മുകളിലിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാ ആത്മാക്കളും പതിത പാവനനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ എല്ലാവരും പതിത തമോപ്രധാനമാകുന്നത്, അപ്പോഴാണ് ബാബ വന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ സതോ പ്രധാനമാക്കുന്നു. എപ്പോൾ നിങ്ങൾ ശാന്തിധാമത്തിലായിരുന്നോ അപ്പോൾ അവിടെ എല്ലാവരും പവിത്രമായിരുന്നു. അപവിത്ര ആത്മാവിന് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ശിക്ഷകൾ അനുഭവിച്ച് തീർച്ചയായും പവിത്രമായി മാറണം. പവിത്രമാകാതെ ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇനി ചിലർ പറയുന്നുണ്ട്, ബ്രഹ്മത്തിൽ ലയിച്ചു, ജ്യോതി ജ്യോതിയിൽ ലയിച്ചു. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ അനേക മതങ്ങളാണ്. നിങ്ങളുടേതാണ് അദ്വൈത മതം. മനുഷ്യനിൽ നിന്നും ദേവതയാക്കാൻ ഒരു ബാബയ്ക്ക് സാധിക്കൂ. കൽപ്പകൽപ്പം ബാബ വരുന്നു പഠിപ്പിക്കാൻ. ബാബയുടെ ഭാഗം കൽപ്പം മുൻപത്തേതുപോലെ തന്നെ നടക്കുന്നു. ഇത് അനാദിയും ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകമല്ലേ? സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സത്യുഗം, ത്രേത, ദ്വാപരം, കലിയുഗം, പിന്നീട് ഈ സംഗമയുഗം. മുഖ്യധർമ്മങ്ങളും ഇതാണ്: ദൈവികം, ഇസ്ലാമികം, ബൗദ്ധികം, ക്രൈസ്തീകം. അതായത് ഇതിലാണ് രാജ്യഭരണം നടക്കുന്നത്. ബ്രാഹ്മണർക്കും രാജധാനിയില്ല, കൗരവർക്കും രാജധാനിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഓരോ നിമിഷവും ഓർമ്മിക്കണം പരിധിയില്ലാത്ത അച്ഛനെ. നിങ്ങൾ ബ്രാഹ്മണർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ബാബ വളരെ തവണ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം കുടുംബ ബ്രാഹ്മണരാണ്. ബ്രഹ്മാവിന്റെ മുഖവംശാവലി ഏറ്റവും ആദ്യം നിങ്ങളാണ്. ഇത് നിങ്ങൾക്കറിയാം. പിന്നീട് ഭക്തിമാർഗത്തിൽ നമ്മൾ തന്നെ പൂജ്യരിൽ നിന്നും പൂജാരിയാകുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ പൂജ്യരായിക്കൊണ്ടിരിക്കുന്നു. ആ ബ്രാഹ്മണർ ഗൃഹസ്ഥികളായിരിക്കും, അല്ലാതെ സന്യാസിയല്ല. രാജയോഗത്തിന്റെ ചിത്രമുള്ളത് ഇവിടെ ദിൽവാഡയിൽ മാത്രമാണ്. ഇവരുടെ മ്യൂസിയം ഇല്ല. ഹഠയോഗത്തിന്റെ എത്ര മ്യൂസിയങ്ങളാണ് ഉള്ളത്? രാജയോഗത്തിന്റെ ക്ഷേത്രം ഇവിടെ ഭാരതത്തിൽ മാത്രമാണ് ഉള്ളത്. ഇതാണ് ചൈതന്യം. നിങ്ങളിവിടെ ചൈതന്യത്തിൽ ഇരിക്കുന്നു. സ്വർഗം എവിടെയെന്നതിനെക്കുറിച്ച് മനുഷ്യർക്കൊന്നും തന്നെ അറിയില്ല. ദിൽവാഡ ക്ഷേത്രത്തിൽ താഴെ തപസ്സിലിരിക്കുന്നു. പൂർണമായ ഓർമ്മ ചിഹ്നമാണ്. തീർച്ചയായും സ്വർഗം മുകളിൽ തന്നെ കാണിക്കേണ്ടതായി വരുന്നു. പകുതി കൽപ്പത്തിന് ശേഷം സ്വർഗം പിന്നീട് അടിയിലേക്ക് പോകും. പിന്നീട് പകുതി കൽപ്പം സ്വർഗം മുകളിൽ വരും. ഇതിന്റെ ആയുസ് എത്രയാണ് ആരും അറിയുന്നില്ല. നിങ്ങൾക്ക് ബാബ മുഴുവൻ ചക്രവും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ജ്ഞാനം നേടി മുകളിലേക്ക് പോകുന്നു. ചക്രം പൂർത്തിയായതിനു ശേഷം പിന്നീട് പുതുതായി ചക്രം ആരംഭിക്കും. ഇത് ബുദ്ധിയിൽ നടക്കണം. ഏതുപോലെയാണോ ഭൗതിക ജ്ഞാനം പഠിക്കുകയാണെങ്കിൽ ബുദ്ധിയിൽ പുസ്തകം മുതലായവയെല്ലാം ഓർമ്മയുണ്ടായിരിക്കില്ലേ? ഇതും പഠിത്തമാണ്. ഇത് നിറച്ചു വെക്കണം, മറക്കരുത്. ഈ പഠിത്തം പഠിക്കാൻ വൃദ്ധനും യുവാവിനും തുടങ്ങി എല്ലാവർക്കും അവകാശമുണ്ട്.
കേവലം ഈശ്വരനെ അറിയണം. അച്ഛനെ അറിഞ്ഞാൽ അച്ഛന്റെ സമ്പത്തും ബുദ്ധിയിൽ വരും. മൃഗങ്ങൾക്ക് പോലും കുട്ടികൾ തുടങ്ങിയതെല്ലാം ഓർമ്മയുണ്ടായിരിക്കും. കാട്ടിൽ പോകുകയാണെങ്കിലും വീടും കുട്ടിയുമെല്ലാം ഓർമ്മ വന്നുകൊണ്ടിരിക്കും. സ്വയം തന്നെ തിരഞ്ഞു വരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, കൂടെ തന്റെ വീടിനെയും ഓർമ്മിക്കൂ. എവിടെ നിന്നാണോ നിങ്ങൾ പാട്ടഭിനയിക്കാൻ വന്നത്? ആത്മാവിന് വീട് വളരെ പ്രിയപ്പെട്ടതാണ്. എത്രയാണ് ഓർമ്മിക്കുന്നത്? എന്നാൽ വഴി മറന്നിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ വളരെ ദൂരെയാണ് വസിക്കുന്നത്. എന്നാൽ അവിടേക്ക് എങ്ങനെ പോകും? എന്തുകൊണ്ടാണ് നമുക്ക് പോകാൻ സാധിക്കാത്തത്? ഇതൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഴി മറക്കുന്നതിന്റെ കളിയും ഉണ്ടാക്കാറുണ്ട്. എവിടെ നിന്ന് പോയാലും വാതിലടയും, കണ്ടെത്താൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ യുദ്ധത്തിനു ശേഷം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു. ഈ മൃത്യു ലോകത്തിൽ നിന്ന് എല്ലാവരും പോകും. ഈ എല്ലാ മനുഷ്യരും നമ്പർ വൈസ് ധർമ്മവും പാർട്ടുമനുസരിച്ച് പോയിരിക്കും. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളുമുണ്ട്. മനുഷ്യർ ബ്രഹ്മതത്വത്തിലേക്ക് പോകാൻ വേണ്ടി എത്രയാണ് തലയിട്ടടിക്കുന്നത്? ശബ്ദത്തിനുപരി പോകണം. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ പിന്നീട് ശബ്ദമുണ്ടായിരിക്കില്ല. കുട്ടികൾക്കറിയാം, ഇത് നമ്മുടെ മധുരമായ വീടാണ്. പിന്നീടുള്ളത് ദേവതകളുടെ മധുരമായ രാജധാനിയാണ്, അദ്വൈത രാജധാനി. ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കി തരുന്നു. ഇതിന്റേതാണ് പിന്നീട് ഭക്തിയിൽ ശാസ്ത്രങ്ങളെല്ലാം ഇരുന്നുണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ശാസ്ത്രങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. ലോകത്തിലെ വിദ്യാലയത്തിൽ വൃദ്ധരായവരാരും പഠിക്കാറില്ല. ഇവിടെയാണെങ്കിൽ എല്ലാവരും പഠിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ അമരലോകത്തിൽ ദേവതയാകുന്നു. അവിടെ ആരുടെയെങ്കിലും ഗ്ലാനിയുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വാക്കും പറയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്വർഗം കടന്നുപോയിട്ടുണ്ട്. അതിന്റെ മഹിമയാണ് ഉള്ളത്. എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്? അവരോട് ചോദിക്കൂ, ഈ ലക്ഷ്മി നാരായണൻ എപ്പോൾ ഉണ്ടായിരുന്നതാണ്? ഒന്നും തന്നെ അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഓം എന്നതിന്റെ അർത്ഥം വേറെയാണ്. ഹം സോയുടെ, അതായത് നാം തന്നെ അത് എന്നതിന്റെ അർത്ഥം വേറെയാണ്. അവർ പിന്നീട് ഓം എന്നതും ഹംസോ എന്നതും രണ്ടിന്റെയും അർത്ഥം ഒന്നാക്കിയിരിക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നീട് പാർട്ട് അഭിനയിക്കാൻ വേണ്ടി വരുന്നു. ദേവതയും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകുന്നു. ഓം അർത്ഥം ഞാൻ ആത്മാവ്. എത്ര വ്യത്യാസമാണ് ഉള്ളത്! അവർ പിന്നീട് രണ്ടിനെയും ഒന്നാക്കുന്നു. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആരെങ്കിലും പൂർണമായ രീതിയിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കുന്നു. സമ്പാദിക്കുന്നതിൽ ഒരിക്കലും കോട്ടുവായി വരില്ല. സ്ഥൂല സമ്പാദ്യമാണെങ്കിൽ അല്പകാലത്തേക്കുള്ളതാണ്. ഇതാണെങ്കിൽ അരക്കൽപ്പത്തേക്കുള്ളതാണ്. എന്നാൽ ബുദ്ധി മറ്റു വശങ്ങളിലേക്ക് ഓടുന്നുവെങ്കിൽ ക്ഷീണിച്ചു പോകുന്നു. കോട്ടുവ ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ണടച്ചിരിക്കരുത്. നിങ്ങൾക്കറിയാം, ആത്മാവ് അവിനാശിയാണ്. ശരീരം നശിക്കുന്നതാണ്. കലിയുഗി നരകവാസി മനുഷ്യരെ കാണുന്നതിലും അതുപോലെ നിങ്ങളെ കാണുന്നതിലും രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. നമ്മൾ ആത്മാവ് ബാബയിലൂടെ പഠിക്കുന്നു. ഇതാർക്കും തന്നെ അറിയില്ല. ജ്ഞാനസാഗരൻ പരംപിത പരമാത്മാവ് വന്ന് പഠിപ്പിക്കുന്നു. നമ്മൾ ആത്മാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. നിങ്ങളുടെ ബുദ്ധി മുകളിലേക്ക് പോകും. ശിവബാബ നമ്മളെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ വളരെ പരിശുദ്ധമായ ബുദ്ധി വേണം.
ബുദ്ധി പരിശുദ്ധമാക്കുന്നതിന് ബാബ യുക്തി പറഞ്ഞു തരുന്നു. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ബാബയെ തീർച്ചയായും ഓർമ്മ വരും. തന്നെ ആത്മാവെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. അതായത് ബാബയെ ഓർമ്മ വരണം. പകുതി കൽപ്പമായി മുറിഞ്ഞ ബന്ധം യോജിക്കണം. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖത്തിന്റെ പ്രാലബ്ധമാണ്. ദുഃഖത്തിന്റെ പേരില്ല. അതിനെ സ്വർഗമെന്നാണ് പറയുന്നത്. സ്വർഗസ്ഥാപകനായ പിതാവ് തന്നെയാണ് സ്വർഗത്തിന്റെ അധികാരി ആക്കുന്നത്. ഇങ്ങനെയുള്ള ബാബയെ പോലും എത്രയാണ് മറക്കുന്നത്? ബാബ വന്ന് കുട്ടികളെ ദത്തെടുക്കുന്നു. മാർവാടികൾ വളരെ ദത്തെടുക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് സന്തോഷമുണ്ടായിരിക്കില്ലേ? ഞാൻ ധനവാന്റെ മടിയിലേക്ക് വന്നിരിക്കുകയാണ്. ധനവാന്റെ കുട്ടി ദരിദ്രന്റെ അടുത്തേക്ക് ഒരിക്കലും പോകില്ല. ഈ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളാണെങ്കിൽ തീർച്ചയായും മുഖവംശാവലികളായിരിക്കില്ലേ? നിങ്ങൾ ബ്രാഹ്മണർ മുഖവംശാവലിയാണ്, അവർ ശരീരവംശാവലികളാണ്. ഈ വ്യത്യാസം നിങ്ങൾക്കറിയാം. എപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നോ അപ്പോൾ മുഖവംശാവലിയാകും. സ്ത്രീയെ മനസ്സിലാക്കുന്നു, ഇതെന്റെ ഭാര്യയാണ്. ഇപ്പോൾ സ്ത്രീ ശരീരവംശാവലിയാണോ അതോ മുഖവംശാവലിയാണോ? സ്ത്രീ മുഖവംശാവലി തന്നെയാണ്. പിന്നീട് എപ്പോഴാണോ കുട്ടികൾ ഉണ്ടാകുന്നത് അവരാണ് ശരീരവംശാവലി. ബാബ പറയുന്നു, ഇതെല്ലാം മുഖവംശാവലിയാണ്. എന്റേതെന്ന് പറയുന്നതിലൂടെ എന്റേതായതല്ലേ? എന്റെ കുട്ടികൾ ഇങ്ങനെ പറയുന്നതിലൂടെ ലഹരി കയറുന്നു. അതുകൊണ്ട് ഇതെല്ലാം മുഖവംശാവലിയാണ്. ആത്മാക്കൾ മുഖവംശാവലിയല്ല. ആത്മാവ് അനാദിയും അവിനാശിയുമാണ്. നിങ്ങൾക്കറിയാം ഈ മനുഷ്യ സൃഷ്ടി എങ്ങനെയാണ് ട്രാൻസ്ഫർ ആകുന്നതെന്ന്. പോയിന്റുകൾ കുട്ടികൾക്ക് ധാരാളം ലഭിക്കുന്നുണ്ട്. എന്നിട്ടും ബാബ പറയുന്നു, മറ്റൊന്നും ധാരണയാകുന്നില്ലെങ്കിൽ, വായിലൂടെ ഒന്നും വരുന്നില്ലെങ്കിൽ, ശരി, നിങ്ങൾ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. എങ്കിൽ നിങ്ങൾക്ക് പ്രഭാഷണം ചെയ്യുന്നവരെക്കാളും ഉയർന്ന പദവി നേടാൻ സാധിക്കും. ഭാഷണം ചെയ്യുന്നവർ ചില സമയം കൊടുങ്കാറ്റിൽ വീണുപോകുന്നു. എന്നാൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർ വീഴില്ല. കൂടുതൽ പദവിയും നേടാൻ സാധിക്കും. ഏറ്റവും വലുത് ആരാണോ വികാരത്തിൽ വീഴുന്നത്, അപ്പോൾ 5ാം നിലയിൽ നിന്ന് വീഴുന്നതിലൂടെ അസ്ഥികൾ ഒടിഞ്ഞു നുറങ്ങുന്നു. 5ാം നിലയാണ് ദേഹാഭിമാനം, 4ാം നിലയാണ് കാമം. അങ്ങനെ ഇറങ്ങിവരും. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. എഴുതുന്നുമുണ്ട്, ബാബ ഞങ്ങൾ വീണുപോയി. ക്രോധത്തെക്കുറിച്ച് അങ്ങനെ പറയില്ല, അതായത് ഞങ്ങൾ വീണുപോയെന്ന്. മുഖം കറുപ്പിക്കുന്നതിലൂടെ വലിയ മുറിവ് സംഭവിക്കുന്നു. പിന്നീട് മറ്റുള്ളവരോട് പറയാൻ സാധിക്കില്ല, അതായത് കാമം മഹാശത്രുവാണ് എന്ന്. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്നു, ക്രിമിനൽ കണ്ണുകളെ വളരെ സൂക്ഷിക്കണം. സത്യുഗത്തിൽ നഗ്നമാകുന്നതിന്റെ കാര്യം തന്നെ ഇല്ല. ക്രിമിനൽ ദൃഷ്ടി ഉണ്ടായിരിക്കില്ല, സിവിൽ ദൃഷ്ടി ആകുന്നു. അതാണ് സിവിലിയൻ രാജ്യം. ഈ സമയം ക്രിമിനൽ ലോകമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന് സിവിൽ കണ്ണുകൾ ലഭിക്കുകയാണ്. അത് പിന്നീട് 21 ജന്മം പ്രവർത്തിക്കുന്നു. അവിടെ ആരും ക്രിമിനൽ ആകുകയില്ല. ഇപ്പോൾ മുഖ്യ കാര്യം ബാബ മനസ്സിലാക്കി തരികയാണ്. ബാബയെ ഓർമ്മിക്കൂ, ഒപ്പം 84ന്റെ ചക്രത്തെയും ഓർമ്മിക്കൂ. ഇതും അത്ഭുതമാണ്. ആരാണോ ശ്രീനാരായണൻ, അവർ തന്നെയാണ് അന്തിമത്തിൽ വന്ന് ഭാഗ്യശാലി രഥം ആകുന്നത്. അവരിൽ ബാബയുടെ പ്രവേശതയുണ്ടാകുമ്പോൾ ഭാഗ്യശാലിയാകുന്നു. ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണു, വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവ്. ഈ 84 ജന്മങ്ങളുടെ ചരിത്രം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ ഓർമ്മയിലൂടെ ബുദ്ധിയെ പരിശുദ്ധമാക്കണം. ബുദ്ധി പഠിപ്പിനാൽ സദാ നിറഞ്ഞിരിക്കണം. ബാബയെയും വീടിനെയും സദാ ഓർമ്മിക്കണം, ഓർമ്മിപ്പിക്കണം. 2. ഈ അന്തിമ ജന്മത്തിൽ ക്രിമിനൽ ദൃഷ്ടി സമാപ്തമാക്കി സിവിൽ ദൃഷ്ടി ആക്കണം. ക്രിമിനൽ ദൃഷ്ടിയെ വളരെയധികം സൂക്ഷിക്കണം. വരദാനം: ദാതാവിന്റെ സ്ഥിതിയും ഉള്ളിലൊതുക്കുന്നതിന്റെ ശക്തിയിലൂടെയും സദാ വിഘ്നവിനാശകനും പരിഹാര സ്വരൂപരുമായി ഭവിക്കട്ടെ. വിഘ്നവിനാശക പരിഹാര സ്വരൂപമാകുന്നതിന്റെ വരദാനം വിശേഷിച്ച് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാപ്തമാകുന്നത്. 1. സദാ സ്മൃതിയുണ്ടായിരിക്കണം. നാം ദാതാവിന്റെ മക്കളാണ്. അതിനാൽ നമുക്കെല്ലാവർക്കും കൊടുക്കണം. ബഹുമാനം ലഭിച്ചാൽ, സ്നേഹം കിട്ടിയാൽ സ്നേഹിയാകാം. ഇങ്ങനെയല്ല, എനിക്ക് കൊടുക്കണം. 2. സ്വയത്തെ പ്രതിയും സംബന്ധ സമ്പർക്കത്തിൽ സർവരെ പ്രതിയും ഉള്ളിലൊതുക്കുന്നതിന്റെ ശക്തി സ്വരൂപ സാഗരമാകണം. ഈ 2 വിശേഷതകളിലൂടെ ശുഭഭാവന, ശുഭകാമനകളാൽ സമ്പന്നരായ പരിഹാര സ്വരൂപമായി മാറും. സ്ലോഗൻ: സത്യത്തെ തന്റെ കൂട്ടുകാരനാക്കി മാറ്റൂ, എങ്കിൽ താങ്കളുടെ തോണി ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. അവ്യക്ത സൂചന: സ്വയത്തെയും സർവരെയും പ്രതി മനസ്സായിലൂടെ യോഗത്തിന്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. മനസ്സ സദാ ശുഭഭാവനയും ശുഭ ആശീർവാദങ്ങളും കൊടുക്കുന്നതിന്റെ സ്വാഭാവിക അഭ്യാസമുണ്ടെങ്കിൽ മനസ്സാ താങ്കൾ ബിസിയായിരിക്കും. മനസ്സിലുണ്ടാകുന്ന ചഞ്ചലതകളിൽ നിന്നും സ്വതവേ തന്നെ മാറിയിരിക്കും. തന്റെ പുരുഷാർത്ഥത്തിൽ ഒരിക്കലും നിരാശരാകുക എന്നത് സംഭവിക്കില്ല. ഇന്ദ്രജാലം സംഭവിക്കും. ഓം ശാന്തി.